ശ്രീ രവീന്ദ്രദാസിൻ്റെ പ്രിയപ്പെട്ട സ്വാമിയുടെ പുസ്തകത്തെക്കുറിച്ച് ഒരു വിചാരണ നടത്തുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു അവതരണം ഞാൻ നടത്തുന്നത് സാധാരണ പുസ്തകാവതരണത്തെ സംബന്ധിച്ചുള്ള പരമ്പരാഗതമായ മാമൂലുകളുടെ ചട്ടവട്ടങ്ങളിൽ നിന്നുകൊണ്ടല്ല. കാരണം ഈ പുസ്തകം വാസ്തവത്തിൽ അത്തരത്തിലുള്ള ചട്ടവട്ടങ്ങൾ പാലിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഒന്നല്ല. ഈ പുസ്തകത്തിൻ്റെ നായകനായ മാർഡോണയുടെ ജീവിതം പോലെ തന്നെ വ്യവസ്ഥാരഹിതമായി എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം എന്നാണ് എനിക്ക് പറയാൻ. കാരണം അതൊരു പുഴ പോലെ ചിലപ്പോൾ അലസയും മന്ദഗാമിനിയുമായി ഓരം ചേർന്നും ചിലപ്പോൾ തടം തല്ലിയും ചിലപ്പോൾ കരാളരൂപം പൂണ്ടും ഒക്കെ ഒഴുകുന്ന പുഴ പോലെ അങ്ങനെയായിരുന്നു മാർഡോണ ജീവിച്ചത്. അതുപോലെ തന്നെയാണ് ഈ പുസ്തകവും ഇങ്ങനെ ഒഴുകി നീങ്ങുന്നത്. വാസ്തവത്തിൽ അതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ പുസ്തകം വായിക്കുകയാണ്, അല്ലെങ്കിൽ പുസ്തകവും നമ്മളും രണ്ട് വ്യത്യസ്ത അന്യ വ്യക്തിത്വങ്ങൾ ആണ് എന്ന് അനുഭവപ്പെടുകയില്ല എന്നെനിക്ക് തോന്നി. അവിടെ ഒരു ഒന്നുചേരൽ സംഭവിക്കുന്നുണ്ട്. പുസ്തകത്തിലെ നായകൻ, ആ കാലം, അതിൽ വിവരിക്കുന്ന സംഭവങ്ങൾ, ഒരുപക്ഷെ ഇത് എൻ്റെ മാത്രം അനുഭവമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ ജീവിതം തുടങ്ങുന്ന കാലത്ത്, യൗവനം തുടങ്ങുന്ന കാലത്ത്, അന്ന് 1974 അന്ന് എനിക്ക് 13 വയസ്സേ ഉള്ളൂ. അന്നാണ് ആദ്യം ഒരു വേൾഡ് കപ്പിൻ്റെ കമൻട്രി റേഡിയോയിൽ കേൾക്കുന്നത്. അന്നത്തെ നായകൻ യോഹൻ ക്രൈഫ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡച്ച് ടീം ടോട്ടൽ ഫുട്ബോൾ അവതരിപ്പിച്ചുകൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച കാലമായിരുന്നു 1974. അതിന് തൊട്ട് മുമ്പ് 70-ൽ പെലെ. പക്ഷെ പെലെയുടെ കാലത്തെക്കുറിച്ച് കേട്ടറിവേ എനിക്കുള്ളൂ. അത് അന്നെനിക്ക് ആ തരത്തിലുള്ള ഒരു ബോധം, അറിവ് ഉണ്ടായിട്ടില്ല. അങ്ങനെ 74-ൽ അന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലെ ഇംഗ്ലീഷ് കമൻട്രിയിലൂടെയാണ് കേൾക്കാൻ കഴിയുക. അപ്പോൾ അക്കാലത്ത് ആ കമൻട്രി, അതിൻ്റെ ഭാഷ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ അതിങ്ങനെ പ്രസരിപ്പിക്കുന്ന ആവേശ തിരകളിലൂടെയാണ് നമ്മൾ ആ ഫുട്ബോൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. തുടർന്ന് 78 ആയപ്പോഴേക്കും അർജന്റീനയുടെ മരിയോ കെമ്പസ് ആയിരുന്നു ആ വർഷം ക്യാപ്റ്റൻ. മരിയോ കെമ്പസ് നീണ്ട പൊടിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പത്രങ്ങളിൽ കാണുമായിരുന്നു. റേഡിയോയിൽ ഈ കമൻട്രി കേൾക്കുകയും അങ്ങനെ മരിയോ കെമ്പസ് ആ കാലത്ത് ഒരു ആവേശ ലഹരിയായിട്ട് ഇങ്ങനെ സിരകളിൽ നിറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ അന്ന് മുള്ളർ, ബെക്കൻബോവർ ഇവരൊക്കെ അരങ്ങുവാഴുന്ന കാലമാണ്. തുടർന്നാണ് 82-ലെ വേൾഡ് കപ്പിലാണ് ആദ്യമായി മാർഡോണയെക്കുറിച്ച് കേൾക്കുന്നത്. പക്ഷെ അന്ന് മലയാളിയുടെ ഒക്കെ മനസ്സിൽ നിറഞ്ഞു നിന്നത് മാർഡോണ ആയിരുന്നില്ല കേട്ടോ. അന്ന് സീക്കോ ആയിരുന്നു, ബ്രസീലിൻ്റെ സീക്കോ ആയിരുന്നു അന്ന് മലയാളികളുടെ ഹൃദയം. അല്ലെങ്കിലും പൊതുവെ മലയാളികൾക്ക് ബ്രസീലിനോട് ചായവുള്ളവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീക്കോ, പെലെയുടെ പിൻഗാമിയാകും സീക്കോ എന്നുള്ളതായിരുന്നു അന്നത്തെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. പിന്നീടാണ് 86 മാർഡോണയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ കുട്ടിക്കാലം മുതൽ തന്നെ ഉള്ള ഫുട്ബോൾ അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലം കൂടി ഉള്ളത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല, ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ അതിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ
പരാമർശിക്കുന്ന വ്യക്തികൾ, കളിക്കാർ, ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സ്വന്തം ജീവിതത്തിലേക്കൊരു ഒരു മടക്കയാത്ര നടത്തുന്ന പ്രതീതി എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പുസ്തകം ഒരു 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 വ്യവസ്ഥാരഹിതമായി അല്ലെങ്കിൽ സാധാരണയുള്ള മാമൂലികളുടെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ചല്ല എഴുതപ്പെട്ടിട്ടുള്ളത്. അതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ സൗന്ദര്യവും. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ആ തരത്തിൽ വ്യവസ്ഥാരഹിതമായി ജീവിച്ച ഒരു ജീവിതത്തിൻ്റെ ഉടമയായ മാർഡോണയോടുള്ള യഥാർത്ഥ ആദരം തന്നെയായി ഈ പുസ്തകം എന്നും കൂടി എനിക്ക് പറഞ്ഞു വെക്കാം. പുസ്തകത്തിലെ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് ഇവിടെ പ്രതിപാദിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതിൽ പ്രധാനമായും ഏറ്റവും പ്രധാനമായി പരാമർശിക്കുന്നത് ഒന്നുമില്ലാത്ത ഏതോ ചാവുനിലത്തിൽ നിന്ന് കടന്നു വന്ന പോഷകാഹാരക്കുറവ് കൊണ്ട് വിളർത്തിരുന്ന ഒരു കൊച്ചു പയ്യൻ 1960 ഒക്ടോബർ മാസത്തിൽ ജനിച്ച് 10-11 വയസ്സുള്ളപ്പോൾ അർജന്റീനയിലെ ഒരു ചെറുകിട നഗരത്തിൽ പന്ത് തട്ടാൻ തുടങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോഷകാഹാരക്കുറവുള്ള ആ കുട്ടി പിന്നീട് ഫുട്ബോളിൻ്റെ, സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മിശിഹ ആയി എങ്ങനെ സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ചുരുങ്ങിയ ചരിത്രം ആണ് ഇതിൽ പരാമർശിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും അധികം പരാമർശിക്കുന്നത് 1986 മെക്സിക്കോ വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പിലെ കളികളെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത്. തീർച്ചയായിട്ടും മാർഡോണയുടെ ജീവിതത്തിലൂടെ ഒരു ഓട്ടപ്രദർശനം നടത്തുന്നുണ്ട്. 86 ശേഷമുള്ള 90 മുതൽ ഉള്ള അദ്ദേഹം കളിയിൽ നിന്ന് വിരമിക്കുന്ന 98 വരെയുള്ള കാലഘട്ടത്തെ സംബന്ധിച്ചും വളരെ സാമാന്യം വിശദമായി തന്നെ പരാമർശിച്ചു പോയിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലെ ദുരന്തങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഡീഗോ, ദൈവത്തിൻ്റെ കൈ, ഡീഗോ മാർഡോണയുടെ ദുരന്ത കഥ എന്നാണ് അതിൻ്റെ സബ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അനുമാനിക്കാവുന്നത് പോലെ ഡീഗോയ്ക്ക് ഒരു ദുരന്ത നായകൻ്റെ പ്രതിച്ഛായ ഉണ്ട്. അത് ഈ പുസ്തകത്തിൽ കൽപ്പിച്ച് കൊടുത്തിട്ടുള്ള ഒന്നല്ല. നമുക്കറിയുന്നത് പോലെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ദുരന്ത നായകൻ്റെ പരിവേഷം അദ്ദേഹത്തിനുണ്ട്. ഷേക്സ്പിയറിൻ്റെ വിശ്രുതമായ നാടകത്തിലെ കഥാനായകൻ ഒഥല്ലോയെപ്പോലെ നമ്മുടെ മനസ്സിൽ ഒരു ദുരന്ത നായകനായി തന്നെയാണത്. ഡീഗോ മരിച്ചതിന് ശേഷമല്ല കേട്ടോ. ഡീഗോ ജീവിച്ചിരുന്ന കാലത്തും അദ്ദേഹം ഈ മയക്കുമരുന്ന് കേസുകളിൽ പെടുമ്പോഴും അതിനെ തുടർന്ന് അതുപോലെ പലപ്പോഴും നീണ്ട കാലത്തേക്ക് കളിക്കളത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോഴും പുറത്താക്കപ്പെടുമ്പോഴും അങ്ങനെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥ നേരിടുമ്പോഴുമൊക്കെ ഒരുപക്ഷെ അർജന്റീനക്കാർ അദ്ദേഹത്തെ അവഗണിച്ച ആ കാലത്ത് പോലും മലയാളികളുടെ ഹൃദയം അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് വിരുമ്പിയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രത്തോളം സ്നേഹം മാർഡോണ ഈ പറയുന്ന ഒരു സാധാരണ മാമൂലുകൾ അല്ലെങ്കിൽ സാമൂഹ്യമായ ശരികൾക്കൊത്ത് ജീവിക്കാൻ കഴിയാതെ വന്നതിൻ്റെതായ എല്ലാ തിക്താനുഭവങ്ങളും നേരിടുന്ന കാലത്തും അദ്ദേഹത്തെ അങ്ങ് തിരസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഈ പുസ്തകത്തിൽ ഒരിടത്ത് പരാമർശിക്കുന്നത് പോലെ മാറഡോണ ഒരു അസാധാരണ ജീനിയസ് ആയിരുന്നു. ഫുട്ബോളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ കാര്യത്തിലൊക്കെ. അതായത് ശരികൾക്കൊത്ത് ജീവിച്ചവൻ എന്നതിനേക്കാൾ താൻ ചെയ്യുന്നത് ശരി ആണ് എന്ന ഒരു തരം ആത്മവിശ്വാസമാണ് മാറഡോണയെ നയിച്ചിരുന്നത്. ആ തരത്തിൽ ഉള്ള അസാധാരണ പ്രതിഭകൾ പൊതുവെ വിരളമായിട്ടെങ്കിലും അവിടെവിടങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ആ തരത്തിലുള്ള അസാധാരണ പ്രതിഭയാണ് മാറഡോണ എന്ന് ഈ പുസ്തകത്തിൽ അർജന്റീനയിൽ നിന്നുള്ള പ്രശസ്തനായ ഒരു എഴുത്തുകാരനെ ഉദ്ധരിച്ചുകൊണ്ട് സ്വാമി പറയുന്നുണ്ട്. അത് വളരെ ശരിയുമാണ്. അസാധാരണ ജീനിയസ് ഉണ്ടായിരുന്ന ഒരു പ്രഗത്ഭനായ പ്രതിഭയായിരുന്നു മാറഡോണ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. അത് ഏറ്റവും നന്നായിട്ട് അറിയാമായിരുന്ന ആളാരാണെന്ന് അറിയാമോ? മാറഡോണ തന്നെയാണ്. അദ്ദേഹം അത് സാധാരണ മറ്റൊരാളാണ് പറയുന്നതെങ്കിൽ
എത്ര പ്രതിഭയാണെങ്കിലും ഇവരുടെ അഹങ്കാരിയാണല്ലോ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ മാറഡോണ പെലെയൊന്നുമല്ല, ഞാനാണ് ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഫുട്ബോൾ പ്രതിഭ എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ അത് അഹങ്കാരമായിട്ടല്ല കാണുന്നത്, അതിനെ അങ്ങ് വകവെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ഉള്ള സ്നേഹം മാറഡോണയ്ക്ക് എല്ലാ വിഭാഗങ്ങളും എല്ലാ മനുഷ്യരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം, അതായത് ഫുട്ബോളിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു സ്വാമി തന്നെ ഇതിൽ പലയിടത്തും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഫുട്ബോൾ അദ്ദേഹം കാലുകൊണ്ട് കളിച്ചു എന്നുള്ളത് ശരിയാണ്, എല്ലാവരെയും പോലെ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം കാലിലായിരുന്നോ കാൽ ഹൃദയത്തിലായിരുന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. ഹൃദയം കൊണ്ട് പന്ത് തട്ടിയവനാണ് മാറഡോണ എന്നുള്ളതാണ് ശരി. ഇത് മാത്രമല്ല, ഇതിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പറയണം. അത് വളരെ കൃത്യമായി ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ അതിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ ഫുട്ബോൾ മറ്റേ ജീവിതത്തെ സംബന്ധിക്കുന്ന ഏത് വ്യവഹാരത്തിലും എന്നതുപോലെ ഈ കാൽപന്ത് കളിയുടെ കാര്യത്തിലും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളുണ്ട്. തീർച്ചയായും ഇവിടെയും ഉണ്ട് ഒരു അധിനിവേശത്തിൻ്റെ തലം, ഇതിലും തീർച്ചയായും ഒരു പ്രതിരോധത്തിൻ്റെ തലവും. ഈ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ അത് എങ്ങനെയാണ് എൻ്റെ ഒരു ബഹിർസ്ഫുരണം നമുക്ക് അനുഭവപ്പെടുക എന്ന് ചോദിച്ചാൽ, ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളും യൂറോപ്യൻ ഫുട്ബോളും തമ്മിലുള്ള വൈവിധ്യത്തിലൂടെയാണ് അത് അനുഭവപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നേരത്തെ ടോട്ടൽ ഫുട്ബോളിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ടോട്ടൽ ഫുട്ബോൾ ആണെങ്കിൽ യൂറോപ്യൻ ഫുട്ബോൾ പൊതുവെ അറിയപ്പെടുന്നത് ഈ പല ശൈലികളൊക്കെ ഉണ്ടെങ്കിലും യൂറോപ്യൻ ഫുട്ബോളിനെ പൊതുവെ വിളിക്കാറുള്ളത് പവർ ഫുട്ബോൾ. അതായത് അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആഴത്തിലേക്ക് പോയാൽ അതൊരു പവർ ഫുട്ബോൾ എന്നുള്ളതിനേക്കാൾ ഒരുതരം മാത്തമാറ്റിക്കൽ ഫുട്ബോൾ എന്ന് പറയും. വളരെ കൃത്യമായി ഗ്രാഫിക്കലായി കണക്ക് കൂട്ടി ഗണിതശാസ്ത്രപരമായി ബുദ്ധിപരമായ ഒരു വ്യവഹാരമായിട്ടാണ് അവർ കളിയെ കാണുന്നത് എങ്കിൽ, അതായത് ഒരു ഇൻ്റലക്ച്വൽ ഗെയിം എന്ന നിലയ്ക്കാണ് കാണുന്നത് എങ്കിൽ, ഇൻ്റലക്ച്വൽ ആൻഡ് മസ്കുലർ ആയിട്ടാണ് അവർ കാണുന്നത് എങ്കിൽ, ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ എല്ലാ കാലത്തുമുള്ള സൗന്ദര്യം 1974 റണ്ണിംഗ് കമൻട്രി മുതൽ കേട്ട അനുഭവം വെച്ച് ഞാൻ പറയാം. അതിൽ ഒരു കവിതയുടെ സൗന്ദര്യം, അത് അർജന്റീനയുടെ ആവട്ടെ, പെലെയുടെയും ഒക്കെ ബ്രസീലിൻ്റെ ആവട്ടെ, നമ്മുടെ NS മാധവന്റെ കഥാപാത്രമുണ്ടല്ലോ ഹിഗ്വിറ്റയുടെ കൊളംബിയയാകട്ടെ, ഹിഗ്വിറ്റയെ കുറിച്ച് നമുക്കറിയാമല്ലോ, കളിക്കളത്തിൻ്റെ നടുവിൽ വരെ കളിച്ചെത്തുന്ന ആൾ. ഈ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ ഒരു പൊതുവായ ഘടകമാണ് കവിത തുളുമ്പുന്ന സൗന്ദര്യാത്മകമായ ഒരു കളി ആണ് അവരെ സംബന്ധിച്ച് ഫുട്ബോൾ. അതായത് യൂറോപ്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് അതിന് ഈ പറയുന്ന ഒരു ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഗണിതശാസ്ത്രപരമായ ഒരു തലം ആണ് ഉള്ളതെങ്കിൽ, എനിക്ക് തോന്നുന്നു ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ സംബന്ധിച്ച് കാവ്യാത്മകമായ ലാവണ്യാത്മകമായ സൗന്ദര്യാത്മകമായ ഒരു തലം ആണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് പലപ്പോഴും സൂക്ഷ്മമായി ഈ ആരാധകരെ വിലയിരുത്തിയാൽ പോലും മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഈ ആരാധകർക്കിടയ്ക്കുള്ള ചേരികൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അവരുടെ ആരാധന രൂപപ്പെട്ടിരിക്കുന്നതെന്ന് ഉള്ളത് പരിശോധിച്ചാൽ, ഒന്നുകിൽ ഈ പവറിനോടുള്ള ആരാധന അല്ലെങ്കിൽ ഈ ലാവണ്യത്തോടുള്ള ആരാധന, ഇത് ഒരു നിയാമക ഘടകമായി അവരുടെ ഇഷ്ടപ്പെട്ട ടീമിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വർദ്ധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഫുട്ബോളിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ആദ്യഘട്ടം മുതൽ ഇത് വളരെ വ്യക്തമായും കാണാൻ കഴിയും. ഇത് ഫുട്ബോളിൽ മാത്രമല്ല ഏത് ഗെയിമിലും. ഇപ്പോൾ ഇന്ത്യയുടെ സ്വന്തം ഗെയിം എന്ന് പറയാവുന്ന ഹോക്കി, പിന്നീട് ഹോക്കിയിൽ ഇന്ത്യയെ വെല്ലുന്ന രൂപത്തിൽ കടന്നു വന്ന കളിക്കാർ ഹോളണ്ടും അതുപോലെ പശ്ചിമ ജർമ്മനിയും അതുപോലെ ഓസ്ട്രേലിയയും ഒക്കെയാണ് ഹോക്കിയുടെ കാര്യത്തിൽ. ഇതുപോലെ ഉള്ള ഏത് ഗെയിമിൻ്റെ കാര്യത്തിലും പരിശോധിച്ചാൽ ഇത് കാണാൻ കഴിയും. അതായത് യൂറോപ്യന്മാർ ഈ ഗെയിമുകളെയൊക്കെ മസിലിൻ്റെയും ബുദ്ധിയുടെയും ഗെയിമുകളാക്കി മാറ്റി.
ഞാൻ വംശീയമായി പറയുകയല്ല കേട്ടോ, അങ്ങനെ ധരിക്കണ്ട. പക്ഷെ വംശീയതയ്ക്കപ്പുറം ഇതിൽ ഒരു ആധിപത്യത്തിൻ്റെ തലമുണ്ട് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അതെന്താണെന്ന് വെച്ചാൽ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാമല്ലോ, 1455 അന്നത്തെ പോപ്പ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ആ വിളംബരത്തിലൂടെ അദ്ദേഹം ലോകത്തെ രണ്ടായി വിഭജിച്ചു. അതായത് വടക്കൻ ഹെമിസ്ഫിയർ, അത് സ്പെയിന് വിട്ടു, അതിൽപ്പെട്ടതാണ് ലാറ്റിൻ അമേരിക്ക. ഇങ്ങേ ഭാഗം, ഇന്ത്യ അടക്കമുള്ള ഭാഗം പോർച്ചുഗലിന് വിട്ടുകൊടുത്തു. അന്ന് പോപ്പിന്റെ സാമ്രാജ്യത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ പോർച്ചുഗലും സ്പെയിനുമായി. ഈ രണ്ട് കൂട്ടർക്കായിട്ട് അദ്ദേഹം ഈ 1455 പേപ്പൽ ഉത്തരവിലൂടെ ലോകത്തെ രണ്ടായി വിഭജിച്ചു. നിങ്ങൾ ഈ രണ്ട് പ്രദേശങ്ങൾ കോളനികളാക്കിക്കൊള്ളുക. ഇവർ മാത്രമല്ല, പിന്നീട് നമുക്കറിയുന്ന പോലെ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങൾ, ഫ്രാൻസും ബ്രിട്ടനും ഹോളണ്ടും അതുപോലെ ഇറ്റലിയും ഒക്കെ ഈ അധിനിവേശത്തിന് വേണ്ടി രംഗത്തിറങ്ങി എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ആ കാലം മുതൽ, അതായത് 15-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് യൂറോപ്പിന്റെ ഒരു സഹജ സ്വഭാവമായി മാറി. ആ സാമ്രാജ്യത്വ പ്രവണത അത് എങ്ങനെയാണ് കായിക രംഗത്ത് പ്രതിഫലിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നത്തിന്റെ ഉത്തരം കിട്ടും. അതായത് ഈ സാമ്രാജ്യത്വ പ്രവണത അഥവാ ആധിപത്യ പ്രവണത, ഈ ആധിപത്യ പ്രവണത തന്നെയാണ് ഫുട്ബോളിലാണെങ്കിലും ഹോക്കിയിലാണെങ്കിലും മറ്റ് ഗെയിമുകളിലൊക്കെ ആണെങ്കിലും ഒരുതരം പവർ ഗെയിമോ അല്ലെങ്കിൽ ഒരുതരം ഇന്റലക്ച്വൽ ഗെയിമോ ആക്കി ഈ കളികളെ രൂപപ്പെടുത്തുന്ന ആ യൂറോപ്യൻ തന്ത്രത്തിന്റെ പശ്ചാത്തലം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നാമ്പുറം. അതേസമയം ഈ കളികൾ ഒക്കെ ആദ്യഘട്ടം മുതൽ ഈ കളികൾ കളിച്ചിരുന്ന ആളുകൾ, അത് ഹോക്കിയുടെ കാര്യത്തിൽ ഇന്ത്യ അല്ലെങ്കിൽ ഫുട്ബോളിന്റെ കാര്യത്തിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഇവരുടെയൊക്കെ കാര്യം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവർക്ക് ആ ഗെയിം, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ, അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഒരു താളം തന്നെയാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. അതിലൂടെ വാസ്തവത്തിൽ അവർ ജീവിതത്തെ തന്നെയാണ് ആവിഷ്കരിക്കുന്നത്. അങ്ങനെ കാണാൻ കഴിയും. അതിൽ ലാറ്റിൻ അമേരിക്കയിൽ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ കൂടി നമ്മൾ കാണണം. ലാറ്റിൻ അമേരിക്കയെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ലാറ്റിൻ അമേരിക്ക എന്നുള്ള അമേരിക്കയുടെ ഭൂഖണ്ഡങ്ങൾ രണ്ടും, ഇവയുടെ ചരിത്രം എന്ന് പറയുന്നത് രക്തരൂക്ഷിതമായ ചരിത്രം. ഞാനിപ്പോൾ ആ ചരിത്രമൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രക്തരൂക്ഷിതമായ ഈ ചരിത്രത്തിലൊരു പൊതു ഘടകം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോപ്പിന്റെ ഉത്തരവിന്റെയും മറ്റും ബലത്തിൽ അധിനിവേശത്തിന് വേണ്ടി ഈ പ്രദേശങ്ങളിലേക്ക് ചെന്നെത്തിയ ആധിപത്യ ശക്തികൾ. അങ്ങനെ ലാറ്റിൻ അമേരിക്കയിലേക്ക് ചെന്നത് ഏറ്റവും പ്രധാനമായിട്ടും നമുക്കറിയുന്നത് പോലെ ഒന്ന് സ്പെയിൻ, മറ്റൊന്ന് ഫ്രാൻസ്. അപ്പോൾ ഇവർ ഇങ്ങനെ കടന്നു ചെന്നപ്പോൾ അവരവിടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തത് എന്താണെന്ന് അറിയാം. അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ജനവിഭാഗങ്ങളെ മുഴുവൻ ആക്രമിക്കുകയും കൊന്നൊടുക്കുകയും തന്നെ. ഇത് സാമ്രാജ്യത്വത്തിന്റെ ചരിത്രം മുഴുവൻ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ആ രൂപത്തിൽ ഉള്ള ഒരു എലിമിനേഷൻ നടന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ മറ്റു പ്രദേശങ്ങളിൽ അങ്ങനെയല്ല. ഏറ്റവും അവസാനം ഇപ്പോൾ ഗസയിൽ നടക്കുന്നത് പോലും നമുക്കറിയാമല്ലോ, അത് ഒരു എലിമിനേഷൻ തന്നെയാണ്, ഒരു വംശഹത്യ തന്നെയാണ്, റേഷ്യൽ എലിമിനേഷൻ തന്നെയാണ് അവിടെ. അപ്പോൾ ആ രൂപത്തിലുള്ള വംശഹത്യ എന്ന് പറയുന്നത് എല്ലാ കാലത്തും സാമ്രാജ്യത്വത്തിന്റെ സ്ഥിരമായ ഒരു ആയുധമാണ്. അപ്പോൾ ആ ആയുധം ഏറ്റവും ക്രൂരമായി നിർദാക്ഷിണ്യം പ്രയോഗിക്കപ്പെട്ട സ്ഥലങ്ങളാണ് അമേരിക്ക. അങ്ങനെ നമുക്കറിയാമല്ലോ, അമേരിക്കൻ ഐക്യനാടുകൾ എന്നറിയപ്പെടുന്ന ഇന്നത്തെ USA അവിടെ റെഡ് ഇന്ത്യൻസിനെ കൊന്നൊടുക്കിയത്. ഇതുപോലെ തന്നെയാണ് ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളിൽ ആസ്ടെക് എന്ന് പറയുന്ന വിഭാഗങ്ങളെ ഒക്കെ കൊന്നൊടുക്കിയത്. ഇങ്ങനെ കൊന്നൊടുക്കി ആ പ്രദേശത്ത് അധിനിവേശം നേടിയെടുത്ത ഈ ആധിപത്യ ശക്തികൾ തമ്മിലുള്ള പോരിന്റെ ചരിത്രമാണ് പിന്നീടുള്ളത്. എന്തായിരുന്നാലും 15-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രം എന്ന് പറയുന്നത് ഈ ആധിപത്യ ശക്തികളും അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ജനത, അവരുടെ പിൻഗാമികളും ഒക്കെ തമ്മിലുള്ള നിരന്തരമായ സംഘർഷങ്ങളുടെ ചരിത്രമാണ്. ചൂഷണം
ആ ചൂഷണത്തിന് എതിരെയുള്ള പ്രതിരോധം, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സംഘർഷം, ഇതിൻ്റെ ഒരു ചരിത്രമാണ് ലാറ്റിൻ അമേരിക്കയുടെ പിൽക്കാല ചരിത്രം. അങ്ങനെ ഉള്ള ആ ഒരു ഒരു രൂക്ഷമായ സംഘർഷം, ചൂഷണവും ചൂഷകനും ചൂഷിതനും തമ്മിലുള്ള ഈ സംഘർഷം, ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ അവിടുത്തെ ജനങ്ങൾ അവരുടെ ആത്മാവിഷ്കാരം ഏറ്റവും ഫലപ്രദമായി, ഏറ്റവും തീവ്രമായി നിർവഹിച്ചിട്ടുള്ളത് ഫുട്ബോളിലൂടെയാണ് എന്നുള്ളത് വസ്തുതയാണ്. ഫുട്ബോൾ ഒരു വശത്ത്, മറ്റൊന്ന് തീർച്ചയായും സാഹിത്യം. ഈ രണ്ട് കാര്യങ്ങളിലും രണ്ട് മേഖലകളിലൂടെയും അവർ പ്രതിരോധം തന്നെയാണ് ചമച്ചത് എന്നുള്ളത് വസ്തുത. ഇതിൻ്റെ ചരിത്രം പിന്നീട് വളരെ മുമ്പോട്ട് പോകുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ തന്നെ മെക്സിക്കോ പോലെയുള്ള രാജ്യങ്ങൾ സ്വതന്ത്രമായി എന്നുള്ളത് വസ്തുതയാണ്. 1863 മെക്സിക്കോ സ്വതന്ത്രമാകുന്നത്. തുടർന്ന് മറ്റു രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമായി എന്നൊക്കെയുള്ള വസ്തുതയാണ്. അതായത് സാങ്കേതികമായി സാമ്രാജ്യത്വത്തിൽ നിന്ന് മോചിതരായി അവർ എന്നുള്ളത് ശരിയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ 1980-കൾ ഇന്ന് നമ്മൾ ആഗോളീകരണം എന്ന് വിളിക്കുന്ന സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആ ഘട്ടം, ഇതാദ്യം പ്രയോഗിക്കപ്പെട്ടത് ഇതേ ലാറ്റിൻ അമേരിക്കൻ രാജ്യം. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന 1982-83 കാലത്താണ് ആദ്യം ആഗോളീകരണം. അതായത് ആഗോളീകരണം ആദ്യം അവതരിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ, വാഷിങ്ടൺ സമവായം എന്നറിയപ്പെടുന്ന ഒരു തിയറിയിലൂടെയാണ് ആഗോളീകരണം എന്ന് പറയുന്ന രംഗത്ത് വരുന്നത്. അതിൻ്റെ സത്ത എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒന്നായിരുന്നു. അത് മറ്റൊന്നുമല്ല, മൂലധനത്തെ കെട്ടഴിച്ചു വിടണം. മൂലധനത്തിന് ദേശീയമായ പരിധികൾ പാടില്ല. പിന്നെയോ ലോകത്ത് എവിടെയും കടന്നു ചെന്ന് അവിടെ നിന്ന് ലാഭമുണ്ടാക്കാനുള്ള അവസരം ഉണ്ടാകണം. ഇതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഈ വാഷിങ്ടൺ സമവായം എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ഉപജ്ഞാതാക്കളായി അറിയപ്പെടുന്നത് മിൽട്ടൺ ഫ്രീഡ്മാനും അതുപോലെ വോൺ ഹാക്കും. ഇങ്ങനെ രണ്ടാളുകളാണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ. ഏതായിരുന്നാലും ഇത് 1970-കളിൽ, പ്രത്യേകിച്ചും നമ്മുടെ 1970-കളായപ്പോഴേക്കും അമേരിക്കൻ ഡോളർ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ചെന്ന് വീണു എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുപോലെ ഇസ്രായേലിൻ്റെ 1967 യുദ്ധത്തെ തുടർന്ന് എണ്ണയുടെ കാര്യത്തിൽ വന്ന പ്രശ്നം, സൂയസ് കനാൽ അടച്ചിടേണ്ടി വന്ന ആ യുദ്ധം, ഇതിനെ തുടർന്ന് അറബി രാജ്യങ്ങൾ എണ്ണയുടെ നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ നടത്തിയ ശ്രമം, ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലമുണ്ട് 1970-കളുടെ ആ ഒരു പശ്ചാത്തലം. അതിനെ തുടർന്ന് മുതലാളിത്തം വന്നുപെട്ട പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ മറികടക്കാൻ അവർ കണ്ടെത്തിയ ഉപായമാണ് ഈ ആഗോളീകരണം. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ആഗോളീകരണം സ്ത്രീയെ നിനക്കും എനിക്കും തമ്മിൽ എന്തെന്ന് ചോദിച്ചതുപോലെ ആഗോളീകരണവും ഫുട്ബോളും തമ്മിൽ എന്താ എന്നൊരു ആശയക്കുഴപ്പം വേണ്ട. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, 1980-കളിൽ ആദ്യം ഈ വാഷിങ്ടൺ സമവായത്തിൻ്റെ ആശയം പ്രയോഗിക്കപ്പെടുന്ന അർജന്റീന. അതിൻ്റെ അർജന്റീനയിൽ 1980-കൾ ആയപ്പോഴേക്കും ഒരു പട്ടാള ഭരണം ആണ്. ജുവാൻ പെറോണിന്റെ നേതൃത്വത്തിലുള്ള പട്ടാള ഭരണത്തിൻ്റെ കാലത്ത് തീവ്രമായ സാമ്പത്തിക പ്രതിസന്ധി. അർജന്റീനയുടെ കറൻസിയുടെ പേര് പെസോ. അവിടുത്തെ പണപ്പെരുപ്പ് നിരക്ക് 4000%. 1980-കൾ 4000%. ഇന്നിപ്പോൾ ഇന്ത്യയുടെ പണപ്പെരുപ്പ് ശതമാനം എന്ന് പറയുന്നത് ഏതാണ്ട് 5-6% ആലോചിക്കണം. ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ്, അതായത് 4000% പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാവുന്നു, ആ ജനങ്ങൾക്കൊന്നും വാങ്ങിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അവസ്ഥ. ഇങ്ങനത്തെ അവസ്ഥയിൽ ഇതിന് പ്രതിവിധിയായിട്ടാണ് അവിടെ ആഗോളീകരണം നടന്നിരുന്നത്. അതിനെ തുടർന്ന് അവിടെ തീവ്രമായ രൂപത്തിലുള്ള സാമ്പത്തിക നിയന്ത്രണങ്ങൾ വന്നു. അങ്ങനെ തൊഴിലുകൾ വെട്ടിക്കുറച്ചു. അതുപോലെ ക്ഷേമ പദ്ധതികൾ ഒക്കെ തന്നെ ഇല്ലാതെയാക്കി. ഇത് ആദ്യം പ്രയോഗിക്കപ്പെട്ടത് ഈ അർജന്റീന. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ തരത്തിലുള്ള ആ സാമ്പത്തിക നടപടികളുടെയൊക്കെ ഒരു ഇര ആയി ജനിച്ചു വളർന്ന ആളാണ് മറഡോണ അടക്കം ഉള്ള ആ തലമുറ. 60-കളിൽ അവർ ജനിക്കുന്ന കാലം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പശ്ചാത്തലമുണ്ടല്ലോ, ആ പശ്ചാത്തലം നമുക്ക് ഇന്ത്യയെക്കാളൊക്കെ തീവ്രമായ രൂപത്തിൽ ഉള്ള ഒരു സാമൂഹ്യ വിഭജനം ഉണ്ടായിരുന്ന ഇപ്പോഴും നിലനിൽക്കുന്ന പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക. ഗെറ്റോ എന്ന് പറയുന്ന ആ ഒരു സംസ്കാരം, അതായത് തീരെ സാമ്പത്തിക ശേഷിയില്ലാത്ത മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കൃതരായ മനുഷ്യർ, അവർ തെരുവോരങ്ങളിൽ ജീവിക്കുന്ന കാഴ്ച ലാറ്റിൻ അമേരിക്കയിൽ നിത്യസാധാരണമായ ഒരു കാഴ്ചയാണ്. അസാധാരണമായ ഒന്നേയല്ല ലാറ്റിൻ അമേരിക്ക. അത്
ലാറ്റിൻ അമേരിക്കയിൽ ക്യൂബ ഒഴിച്ചുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഒരു പൊതു പ്രവണതയാണ്. കാരണം അവിടെയൊക്കെ പ്രത്യേകിച്ചും അമേരിക്കയുടെ അതികഠിനമായ ചൂഷണമാണ്. വെനിസ്വേല പോലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ലഭ്യമായ രാജ്യങ്ങളാണ്. പക്ഷെ അവിടേക്ക് അമേരിക്കയിലെ മുതലാളിമാർ അവരുടെ ഒരു നീരാളിപ്പിടുത്തത്തിലാണ് ഈ ഖനികളടക്കമുള്ള പ്രകൃതി വിഭവങ്ങളൊക്കെ. അങ്ങനെ ഇപ്പോൾ അതുകൊണ്ട് തീവ്രമായ ദാരിദ്ര്യമായിരുന്നു ഈ പ്രദേശത്തിൻ്റെ മുഖമുദ്ര. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന തലമുറയിൽ ആണ് മാർഡോണ യൗവനത്തിലേക്ക് എത്തുന്നതോ ഞാൻ നേരത്തെ പറഞ്ഞ 80 960 ജനിച്ചയാൾ 980 ഏതാണ്ട് 20 വയസ്സിനപ്പുറം കിടന്നിട്ടാണ്. ആ കാലഘട്ടമാകുമ്പോഴേക്കാണ് ഈ സാമ്രാജ്യത്വത്തിൻ്റെ അടുത്ത ഘട്ടം ഇവിടെ പിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ ചൂഷണത്തിനിരയാകുന്ന മനുഷ്യർ ആ ചൂഷണത്തിനെതിരെയുള്ള അവരുടെ പ്രതിരോധം ആവിഷ്കരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രൂപമായിരുന്നു ഫുട്ബോൾ. അപ്പോൾ കാരണം അത് അവരുടെ തനതായ ഒരു ഗെയിം. ആ തനതായ കളിയിലൂടെ സൗന്ദര്യാത്മകമായി ഈ പ്രതിരോധമാണ് അവർ ആവിഷ്കരിച്ചുകൊണ്ടിരുന്നത്. മാറഡോണയെക്കുറിച്ച് സ്വാമി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ തെരുവിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആരോ ഒരു ബന്ധു വാങ്ങിച്ചു കൊടുത്തൊരു കളിപ്പന്ത്, ആ കളിപ്പന്ത് തട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ കണ്ടു നിൽക്കുന്ന ആളുകളാണ് ശ്രദ്ധിച്ചത്, ആ പന്ത് ഒരു തവണ പോലും താഴെ വീഴുന്നില്ല. ഇടത്തേക്കാൽ അവൻ മുമ്പോട്ട് നടക്കുമ്പോൾ ഇടത്തേക്കാലിൽ നിന്ന് വലത്തേക്കാലിലേക്ക് പന്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്, അവൻ മുമ്പോട്ട് നടക്കുകയാണ്. അങ്ങനെയാണ് മാറഡോണ കളിച്ചു വളരുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു നൈസർഗികമായ സിദ്ധി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിലേക്ക് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് എഴുകിച്ച്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ റഫീഖ് അഹമ്മദിൻ്റെ ഒരു ഭാവന കടമെടുത്താൽ ഈ ആദിമ വന്യ സുഗന്ധം പേറുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് റഫീഖ് അഹമ്മദിൻ്റെ അടുത്ത കാലത്ത് ഒരു സിനിമാ ഗാനമായിട്ട് വന്നത്, ഈ ചിന്തയിൽ നിന്ന് ഭൂമിതൻ കൗമാരകാലത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞൊരു കവിത. അതിലൊരു വരിയാണ് ആദിമ വന്യ സുഗന്ധം എന്ന് പറഞ്ഞത്. ഈ ആദിമ വന്യത, അതായത് ആദ്യഘട്ടം മുതൽ അനുഭവിക്കേണ്ടി വന്ന ആ ചൂഷണത്തിൻ്റെ, വിവേചനത്തിൻ്റെ, അതിനെതിരായിട്ടുള്ള രോഷത്തിൻ്റെ ഒക്കെ ഒരു പ്രതിഫലനം ഈ ലാറ്റിൻ അമേരിക്കയിലെ ഫുട്ബോളിനോടുള്ള തീവ്രമായ ആ പ്രണയത്തിൽ, അഭിനിവേശത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും എന്നാണ് ഞാൻ പലപ്പോഴും വിലയിരുത്തിയിട്ടുള്ളത്. കാരണം അത് അർജന്റീനയുടെ കാര്യത്തിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ ബ്രസീൽ, കൊളംബിയ, ബൊളീവിയ, ഇങ്ങനെ ഏത് രാജ്യങ്ങളുടെ, ഉറുഗ്വേ, ഇങ്ങനെ ഏത് രാജ്യങ്ങളുടെ കാര്യമെടുത്താലും നമുക്ക് ഈ സമാനത ദർശിക്കാൻ കഴിയും. മാറഡോണയെ സംബന്ധിച്ച് ഇക്കാര്യത്തിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹം ഫുട്ബോളിനെ രാഷ്ട്രീയം ആക്കി മാറ്റി. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തന്നെയായിരുന്നു ഫുട്ബോൾ എന്നുള്ള രൂപത്തിൽ. അങ്ങനെ ഫുട്ബോളും രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു തരം അനന്യത അദ്ദേഹം വളർത്തിയെടുത്തിട്ടുണ്ട്. സ്വാമി ഈ പുസ്തകത്തിലൊരു ഘട്ടത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം, 90കളിൽ അന്നത്തെ കാർലോസ് മെമൻ എന്ന് പറയുന്ന ഈ ആഗോളീകരണത്തിന്റെ വക്താവായ പ്രസിഡന്റിനോട് ഒരു മമത കാണിച്ചിരുന്നു എന്നുള്ളത് വാസ്തവത്തിൽ എനിക്ക് ആ ഒരു മുൻധാരണ ഉണ്ടായിരുന്നില്ല. ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് അത് അറിയാൻ കഴിയുന്നില്ല. കാരണം ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിരുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ ഉള്ള ആ ഒരു എതിർപ്പ്, അല്ലെങ്കിൽ ഒരു തീവ്രമായ രൂപത്തിൽ ഉള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഏതായിരുന്നാലും നമ്മളറിയുന്ന മാറഡോണ എല്ലാ കാലത്തും എവിടെയും അനീതിക്കെതിരെ, വിവേചനത്തിനെതിരെ കലഹിച്ചതാണ്. അത് ഫുട്ബോളിൽ മാത്രമല്ല, ഫുട്ബോൾ കളിക്കളത്തിൽ മാത്രമല്ല, അദ്ദേഹം പ്രഗത്ഭനായ കളിക്കാരൻ എന്ന നിലയ്ക്ക് ലോകത്തിൽ അദ്ദേഹത്തിന് ഏതൊക്കെ വേദികളിൽ പ്രവേശനം ലഭിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹം കലഹിച്ചിട്ടുണ്ട്. അത് നമുക്കറിയുന്നത് പോലെ അമേരിക്കയിൽ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിഭവങ്ങളുടെ മുഴുവൻ ഉടമസ്ഥത ആർക്കായിരുന്നു? അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള മുതലാളിമാർക്കായിരുന്നു. ഇതിനെതിരെ 1950കൾ മുതൽ ലാറ്റിൻ അമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ തുടങ്ങിയ പ്രതിരോധം അതിന് സവിശേഷമായ, ലോകത്ത് മറ്റൊരിടത്തുമില്ലാത്ത രൂപത്തിലുള്ളൊരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. അത് തുടങ്ങുന്നത് എൻ്റെ ഒരു ധാരണ പൗലോ ഫ്രയറിൻ്റെ ദ പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ് എന്ന പുസ്തകത്തിലുണ്ട്. മർദ്ദിതരുടെ വിദ്യാഭ്യാസ ശാസ്ത്രം എന്ന രൂപത്തിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു.
അതായത് ലാറ്റിൻ അമേരിക്കയിലെ ചൂഷണത്തിനെതിരായിട്ട് ഉള്ള പോരാട്ടത്തിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് അതിന് കാണാം. ഏതായിരുന്നാലും അങ്ങനെ തുടങ്ങിയത് പിന്നീട് നമ്മൾ കാണുന്നത് ആരാണ് എഴുതിയതെന്ന് ആലോചിക്കണം. ഫ്രയർ പൗലോ, അതായത് ഫ്രയർ എന്ന് പറയുന്നത് ഒരു പുരോഹിതനാണ്, ഒരു ഔദ്യോഗിക സ്ഥാനമാണ്. അങ്ങനെ പുരോഹിതനായ പൗലോ ആണ് ആ പുസ്തകം എഴുതിയത്. തുടർന്ന് ഒരു ഹിമക്കാറ്റ് പോലെ ലാറ്റിൻ അമേരിക്കയിൽ വീശിയടിച്ചു. അതിൻ്റെ പേരാണ് ലിബറേഷൻ തിയോളജി അഥവാ വിമോചന ദൈവശാസ്ത്രം. ഈ വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്നതിൻ്റെ സത്തയായി പ്രവർത്തിച്ചൊരു കാര്യം ലാറ്റിൻ അമേരിക്കയിലെ സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരായിട്ടുള്ള ആ ഒരു പോരാട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അങ്ങനെയാണ് 60കളിലും 70കളിലൂടെയും ഒക്കെ ലാറ്റിൻ അമേരിക്കയിൽ പല രാജ്യങ്ങളിലും വലിയ പോരാട്ടങ്ങൾ നടന്ന് മാറ്റങ്ങളുണ്ടായി, വലിയ മാറ്റങ്ങളുണ്ടായി. അർജന്റീന അടക്കമുള്ള രാജ്യങ്ങളിൽ പുരോഗമന സ്വഭാവമുള്ള ഗവൺമെന്റുകൾ അധികാരത്തിലെത്തുകയും അതിനുശേഷം അങ്ങനെ ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ വിഭവങ്ങളെ കൈയടക്കി വെച്ചിട്ടുള്ള അമേരിക്കൻ കമ്പനികൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ. അപ്പൊ അമേരിക്ക എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനെതിരെ അമേരിക്ക ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ് OAS എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടായി. അതിൽ ക്യൂബയില്ല. ഇന്ന് കാണുന്ന ഈ പറയുന്ന പുരോഗമന സ്വഭാവം നിലനിർത്തുന്ന ബൊളീവിയയോ ചിലിയിൽ 1970കളിൽ തന്നെ വന്നിരുന്നു അറിയാമല്ലോ. പക്ഷേ അലണ്ടയെ അട്ടിമറിച്ച് കഴിഞ്ഞിരുന്നു. അവിടെ ബാറ്റിസ്റ്റ ഭരണകൂടം അധികാരത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ തരത്തിലുള്ള വലതുപക്ഷ ഭരണകൂടങ്ങളെയൊക്കെ മുൻപിൽ നിർത്തിക്കൊണ്ട് അമേരിക്ക പിന്നിൽ നിന്നുകൊണ്ട് അമേരിക്കൻ നാടുകൾ, അതായത് വടക്കും തെക്കുമുള്ള അമേരിക്കയിലെ എല്ലാ രാജ്യങ്ങളുടെയും കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺഫറൻസ് വിളിച്ചു. ആ കോൺഫറൻസിൽ ഒരു വിശിഷ്ടാതിഥിയായിട്ട് മാർഡോണ പങ്കെടുത്തു. വിശിഷ്ടാതിഥിയായി ക്ഷണിക്കപ്പെട്ടു. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താ വെച്ചാൽ ക്ഷണിക്കപ്പെട്ട അദ്ദേഹം അവിടെ പങ്കെടുക്കുന്നതിന് പകരം ഇതിനെതിരായി അന്ന് ഹ്യൂഗോ ഷാവേഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ നീക്കത്തിനെതിരായി, അതായത് അമേരിക്കയിലെ ഈ ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളിലെ വിഭവങ്ങളെ തുടർന്നും കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണിതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരായിട്ടുള്ള പ്രതിഷേധം അവിടെ കരിപ്പിടിപ്പിച്ചപ്പോൾ അതിൻ്റെ നേതൃനിരയിൽ ഹ്യൂഗോ ഷാവേസിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം അദ്ദേഹം രംഗത്തെത്തി. അത്ര തീവ്രമായ രാഷ്ട്രീയ ബോധമുണ്ട്. ആലോചിച്ച് നോക്കണം, ലോകമൊട്ടാകെ ആരാധിക്കുന്ന കളിക്കാരൻ. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അതും ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് ഒരു വലിയ ബഹുമതി നൽകാൻ അന്ന് ആഗോളതലത്തിലുള്ള പരസ്യദാതാക്കളുടെ ഏജൻസി തീരുമാനിച്ചു. അന്നത്തെ കണക്കിന് വലിയ ഒരു പ്രതിഫലമാണ്, ഉപഹാരം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യവസ്ഥ വെച്ചു. അതായത് അദ്ദേഹം അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുക. എൻ്റെ ഓർമ്മ അന്നത്തെ കണക്കിന് ഏതാണ്ട് $1 മില്യൺ, അതായത് $10 ലക്ഷം ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു വാഗ്ദാനം മുമ്പോട്ട് വെച്ചപ്പോൾ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ആ വാഗ്ദാനം നിരസിച്ചയാളാണ്. അമേരിക്കക്കാരനായിക്കൊണ്ട് എനിക്ക് പദവി, ബഹുമതിയും പണവും വേണ്ട എന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് സ്വാമി എഴുതിയിരിക്കുന്നത് അർജന്റീനയോടുള്ള സ്നേഹം കൊണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോഴും ഓർക്കുന്നു, അർജന്റീനയോടുള്ള സ്നേഹം മാത്രമായിരുന്നില്ല, മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ കൊള്ളരുതായ്മകളോടുള്ള കനത്ത എതിർപ്പും കൂടിയായിരുന്നു ആ തീരുമാനത്തിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തി എന്ന് ആ കാലത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. അപ്പോൾ ആ രൂപത്തിൽ അത് ഏത് കാലത്താണെന്ന് ആലോചിക്കണം. അദ്ദേഹം മുൻ കളിക്കാരനൊന്നുമല്ലെന്ന്. ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം സജീവമായിട്ട് കളിക്കളം വാഴുന്ന കാലത്താണ്. ഇത് തന്നെ അദ്ദേഹം മാർപ്പാപ്പയെ കണ്ടപ്പോൾ സംഭവിച്ചു. മാർപ്പാപ്പയെ കണ്ടു. മാർപ്പാപ്പയെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നമുക്കറിയാമല്ലോ, പൊതുവെ പുരോഗമനേച്ഛിക്കളായ മനുഷ്യർ പോലും മാർപ്പാപ്പയെ കാണുമ്പോൾ ഇങ്ങനെ ഹർഷപുളകിതരായി സ്വയം മറന്നു നിന്നു പോകുന്ന ഒരവസ്ഥയാണെന്ന് ആലോചിക്കണം. കാരണം ലോകത്തെ ഏറ്റവും വലിയ മതവിഭാഗത്തിൻ്റെ 70-ലേറെ കോടി മനുഷ്യരുടെ ആത്മീയ ആചാര്യനാണ്. അദ്ദേഹത്തെ ഇന്ന് കാണുക എന്ന് പറയുന്നത് അസുലഭമായ ഒരു അനുഭവവും ബഹുമതിയുമാണ്.
അങ്ങനെ പാപ്പായെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കൈമുത്തി. വിശ്വാസിയാണ് മാർഡോണ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നോടൊപ്പം ദൈവമുണ്ട്. അദ്ദേഹം കളിക്കളത്തിൽ കളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം കുരിശു വരയ്ക്കുമായിരുന്നു. അങ്ങനെ കുരിശു വരച്ചില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പൊറുക്കാനാവാത്ത തെറ്റാകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വാസിയായ അദ്ദേഹം മാർപ്പാപ്പയുടെ കൈയൊക്കെ മുത്തി. അതിനൊക്കെ ശേഷം മാർപ്പാപ്പയോട് പറഞ്ഞു, ഇവിടെ ഉള്ള ഈ ആർഭാടമൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നുന്നു. കാരണം ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കപ്പെടുന്ന തുക ഈ ലോകത്തെ നിരാഹാരരായ എത്രയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉതകുമായിരുന്നതാണ് എന്ന് അദ്ദേഹം മാർപ്പാപ്പയോട് പറഞ്ഞു. അത് മാർപ്പാപ്പ അതിൻ്റെ മുമ്പിൽ ഒരു നിമിഷം മൗനഭരിതനായി പോയി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അന്ന് മാർപ്പാപ്പ ജോൺ പോൾ ആയിരുന്നു. അന്ന് നമ്മുടെ പുസ്തകത്തിൽ ഫോട്ടോ ഇട്ടപ്പോൾ ഒരു ചെറിയ പ്രശ്നം പറ്റി. അദ്ദേഹം പിന്നീട് ഇപ്പോഴത്തെ പാപ്പായെ കണ്ടിട്ടുണ്ട്. ആ ഫോട്ടോയാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞത് ജോൺ പോൾ മാർപ്പാപ്പയോടാണ്. ആ കാലത്താണ്, അതായത് അദ്ദേഹം സജീവമായിട്ട് കളിക്കളത്തിൽ ഉണ്ടായിരുന്ന കാലത്താണ്. അപ്പോൾ ഇങ്ങനെ ഇതിൽ മാത്രമല്ല, അദ്ദേഹം ഇതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, മറ്റൊരു സംഭവം ഞാൻ ഓർക്കുന്നത്, സദാം ഹുസൈൻ ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്ത് അമേരിക്ക സദ്ദാം ഹുസൈനെ ഇല്ലാത്ത രാസായുധങ്ങളുടെ പേര് വേട്ടയാടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. ആ രാസായുധങ്ങൾക്ക് വേണ്ടി വേട്ടയാടുന്ന കാലത്ത് ഇറാഖിലെ കുട്ടികളെ ഫുട്ബോൾ പരിശീലിപ്പിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇറാനിൽ അതേ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. പാലസ്തീനിൽ ചെന്നപ്പോൾ ഞാൻ പാലസ്തീനിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകത്തെവിടെ ഒരു തരത്തിലുള്ള സംശയവുമില്ലാതെ അദ്ദേഹം ലോകത്തെവിടെയും ചൂഷണത്തിനെതിരായി, സാമ്രാജ്യത്വത്തിനെതിരായി, അധിനിവേശത്തിനെതിരായി നിരന്തരമായ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നിലപാട് എടുത്തു. ആ നിലപാടിൻ്റെ പിന്നിൽ ഉള്ളത് വെറും രാഷ്ട്രീയമല്ല, പിന്നെയോ അത് മാർഡോണയെ ആകെ വിലയിരുത്തിയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അതിരുകളില്ലാത്തൊരു കളിക്കളം പോലെ ആയിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന രൂപത്തിൽ അദ്ദേഹം ജീവിച്ചു. അപ്പോൾ അങ്ങനെ ഒക്കെ ആ ജീവിക്കുന്ന അവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വന്നത് സ്വന്തം അനുഭവ പരിസരത്തിൽ നിന്നാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ് അവനവൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അങ്ങനെ കൊള്ളുന്ന ജീവിതാനുഭവങ്ങളാണ് മാർഡോണയുടെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയതെന്നാണ് എൻ്റെ പക്ഷം. അതിനെ തിളക്കിയെടുത്തത് നമുക്കൊക്കെ അറിയുന്നത് പോലെ യുഗപ്രഭാവനായ മറ്റൊരു മനുഷ്യനാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഫിഡൽ കാസ്ട്രോ. ഫിഡൽ കാസ്ട്രോ ഈ മാർഡോണയുടെ ഇടത്തേക്കാൽ, അദ്ദേഹം ഇടങ്കാലനായിരുന്നു നമുക്കറിയാലോ. ആ ഇടങ്കാലിൽ അദ്ദേഹം പച്ച കുത്തിയിരുന്നത് ഈ നമ്മുടെ ഫിഡൽ കാസ്ട്രോയുടെ രൂപമായി, ചിത്രമായി. ഒപ്പം വലതുകാലിൽ അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ച വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച സാക്ഷാൽ ചെഗുവേരയുടെ രൂപമായി. ഈ ഫിഡൽ കാസ്ട്രോയുമായിട്ട് അദ്ദേഹത്തിനുള്ളതായിരുന്നു കേവലം ഒരു വ്യക്തിബന്ധം എന്ന നിലയ്ക്ക് കാണാൻ കഴിയില്ല കേട്ടോ. കാര്യം ഫിഡൽ കാസ്ട്രോ മാർഡോണയിൽ ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രവും ഭൂതകാലവും കണ്ടിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ തരത്തിലുള്ളൊരു വാത്സല്യം അദ്ദേഹത്തിന് മാർഡോണയോട് ഉണ്ടായത്. മാർഡോണ പിന്നീട് മയക്കുമരുന്നിൻ്റെ ഒരു ലോകത്തേക്ക് അബദ്ധസഞ്ചാരം നടത്തി എവിടെയോ എത്തിയ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നത് നമുക്കറിയുന്ന പോലെ ഫിഡൽ കാസ്ട്രോ. ഫിഡൽ കാസ്ട്രോയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സ. അത് മാത്രമല്ല, ആ ചികിത്സയിൽ അവിടെ ഉണ്ടായിരുന്ന ഏതാനും മാസങ്ങൾ മിക്കവാറും ദിവസങ്ങളിലും രാവിലെ മാർഡോണയോടൊത്ത് അദ്ദേഹം നടക്കാൻ പോകുമായിരുന്നു. മണിക്കൂറുകൾ അവർ സംസാരിക്കുമായിരുന്നു. അങ്ങനെ സംസാരിക്കുന്നതിലൂടെ ലോക രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാർഡോണയ്ക്ക് കാസ്ട്രോ പകർന്നു നൽകുമായിരുന്നു. അപ്പോൾ സ്വതവേ ഉള്ള തൻ്റെ ആ അനുഭവ പരിസരത്തു നിന്ന് രൂപപ്പെട്ട ആ രാഷ്ട്രീയം അതിനെ കൂടുതൽ തിളക്കമാർന്നതാക്കാൻ കാസ്ട്രോയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹവാസം സഹായിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നിർഭയം അദ്ദേഹത്തിന് സ്വന്തം നിലപാടുകൾ എവിടെയും പറയാൻ കഴിയുമായിരുന്നു. ഫുട്ബോൾ കളത്തിലുണ്ടായിരുന്ന അതേ നിർഭയത്വം അദ്ദേഹം ജീവിതത്തിലുടനീളം പുലർത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്.
രാഷ്ട്രീയ നിലപാടുകളിലൊക്കെ അതേ നിർഭയത്വം അദ്ദേഹം പുലർത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആ ജീവിതം അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു കവിത എന്ന് തന്നെ എനിക്ക് പറയാനാണ്. എല്ലാ കവിതകളും ഒരേപോലെ ഒരു ഒരു എന്താ പറയണ്ടേ, അവസാനം എല്ലാം കഴിഞ്ഞവർ സുഖമായി ജീവിച്ചു എന്ന് പറയുന്ന രൂപത്തിൽ അവസാനിക്കണമെന്നില്ലല്ലോ. ദുരന്തകാവ്യങ്ങൾ ഉണ്ടല്ലോ. മാത്രമല്ല ലോക ചരിത്രത്തിൽ പിന്നീട് ഇടം പിടിച്ചിട്ടുള്ളതൊക്കെ ദുരന്തകാവ്യങ്ങളാണ് എന്ന് നോക്കിയാൽ, അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ മറഡോണയുടെ ഈ ദുരന്തകാവ്യം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഒരു കാവ്യ രീതി തന്നെ ആയിരിക്കാം. എന്തായിരുന്നാലും ആ ജീവിതം ലോകത്തെ എത്രയോ മനുഷ്യരെ സ്വാധീനിക്കുന്ന ഒരു മഹാകാവ്യം പോലെ തന്നെയാണ്. അത് ഇനി പുസ്തകത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങൾ, അതായത് മാറഡോണ എന്ന വ്യക്തി, മാറഡോണ എന്ന യുഗപ്രഭാവനായ ഫുട്ബോളർ, ഹൃദയം കൊണ്ട് പന്ത് തട്ടിയത്, മാറഡോണ എന്ന രാഷ്ട്രീയ നിലപാടുകാരൻ, അദ്ദേഹത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഇടപെടലുകൾ, ഇതൊക്കെ ഏറ്റവും ഭംഗിയായി ഏറ്റവും ഷാർപ്പായി ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം അത് എനിക്ക് തോന്നുന്നത് ഒരു കവിത എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാനിവിടെ എല്ലാവരോടും ഇത് വായിച്ചു നോക്കണമെന്ന് തന്നെയാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. അതിലെ ചില കാര്യങ്ങൾ, അതായത് സ്വാമി എഴുതിയിരിക്കുന്നത് മാറഡോണയെക്കുറിച്ച് മർക്കേസിൻ്റെ ഏതോ നോവൽ വിട്ടിറങ്ങി വഴിതെറ്റി അലയുന്ന കഥാപാത്രമായിരുന്നു എന്ന് സംശയിച്ചു പോകുന്ന ഒരാൾ. അതുപോലെ ഹൃദയം തന്നെയായിരുന്നു, ഫുട്ബോൾ ഒരു തുകൽപ്പന്തായിരുന്നില്ല, ഹൃദയം തന്നെയായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊന്ന്, ജീവിതം പോലെ തന്നെ ആകസ്മികമാണ് കാൽപന്ത് കളി. വിജയത്തിലേക്കും പരാജയത്തിലേക്കുമുള്ള ദൂരം രണ്ടിലും ഞൊടിയിടകൾ മാത്രം. മൈതാനത്തിന്റെ നിയതമായ അതിർത്തിക്കുള്ളിൽ എണ്ണിയാലൊടുങ്ങാത്ത ചലന സാമ്രാജ്യങ്ങൾ നിർമ്മിക്കുകയും പടയോട്ടങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ തന്നെ ജീവിതം അരാജകത്വത്തിനും ഉന്മാദ ലഹരിക്കും തീറുകൊടുത്ത മഹാപ്രതിഭയാണ് ഡീഗോ. എന്നിങ്ങനെ ലോക ഫുട്ബോൾ ചരിത്രത്തെ അനന്തമായ രാജരഥ്യയായി കരുതാമെങ്കിൽ അതിൽ ഉജ്ജ്വല പ്രകാശം പൊഴിച്ച ദീപസ്തംഭമായി ഡീഗോ മാറഡോണയെ പരിഗണിക്കാം. ഇങ്ങനെ ഈ പ്രത്യേകിച്ചും 1-ാമത്തെ അധ്യായം അത് ഫുട്ബോളിൽ കവിത രചിച്ച മാറഡോണയെ കുറിച്ചുള്ള 1-ാം തരം ഒരു കവിത എന്ന രൂപത്തിൽ തന്നെയാണ് സ്വാമി എഴുതി വച്ചിരിക്കുന്നത് എന്ന് എനിക്ക് എൻ്റെ അനുഭവം വെച്ചിട്ട് പറയാൻ കഴിയും. അതുപോലെ ഈ പുസ്തകത്തിൻ്റെ കവർ പേജിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് നമുക്കറിയുന്ന പോലെ ഇതിൻ്റെ മാറഡോണയുടെ ശിരസ് ചുവപ്പിലാണ് കാണിച്ചിരിക്കുന്നത്. അത് യാദൃച്ഛികമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൈകൾ, അതായത് ആ ചുവപ്പ് എന്ന് പറയുന്നത് യാദൃച്ഛികമായ ഒന്നൊന്നല്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഫുട്ബോൾ മൈതാനത്തും ജീവിതത്തിലും ഒക്കെ അദ്ദേഹം പുലർത്തിയ ആ നിലപാടുകളുടെ ചുവപ്പ് ഇവിടെ കൃത്യമായി കാണാനുണ്ട് എന്നാണ് എനിക്ക്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ ഫോട്ടോഗ്രാഫുകൾ അത് കളറിലാകേണ്ടതായിരുന്നു. ഇനി അടുത്ത ലക്കത്തിലെങ്കിലും നമുക്കത് അങ്ങനെ ആക്കാൻ കഴിയണം എന്ന ഒരു അഭിപ്രായം എനിക്ക് ഉണ്ട്. വസ്തുതകളോട് പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ട് മാറഡോണയ്ക്കുള്ളൊരു വാഴ്ത്തുപാട്ടായിട്ട് എനിക്ക് പുസ്തകം തോന്നിയിട്ടില്ല കേട്ടോ. പലപ്പോഴും പലയിടത്തും മാറഡോണയുടെ വീഴ്ചകളെക്കുറിച്ച്, അതുപോലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ചിലയിടത്ത് വന്നിട്ടുള്ള പാളിച്ചകളെക്കുറിച്ച് ഒക്കെ അത് അദ്ദേഹത്തോടൊരു അലിവും അനുതാപവും നിലനിർത്തിക്കൊണ്ട് തന്നെ വിമർശന ബുദ്ധി അത് പരിശോധിക്കുന്ന ഒരു നീതിയുക്തമായ സമീപനം ഗ്രന്ഥകാരൻ കൈക്കൊണ്ടിട്ടുണ്ട് എന്നും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായിരുന്നാലും ഡീഗോ മാറഡോണ എന്ന എക്കാലത്തും മലയാളി നെഞ്ചേറ്റി ലാളിച്ച ആ ഫുട്ബോൾ പ്രതിഭയെ കുറിച്ച് ഏറ്റവും മനോഹരമായ രൂപത്തിൽ, കാവ്യാത്മകമായ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പുസ്തകം, അതിൽ കളി മാത്രമല്ല രാഷ്ട്രീയം കൃത്യമായും വായനക്കാരിലേക്ക് എത്തിക്കുന്നതിൽ സ്വാമി വിജയിച്ചിട്ടുണ്ട്. മാറഡോണ വിപണിയുടെ ഒരു ഇരയും കൂടിയായിരുന്നു എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. മാറഡോണയുടെ കാലത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ തുടർച്ചയായി അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ. അതായത് അദ്ദേഹം പന്ത് തട്ടിയത് 80-കൾ 90-കൾ. ഈ കാലം ആണ് ഈ ആഗോള മൂലധനം ആഗോളീകരണത്തിൻ്റെ രൂപത്തിൽ ലോകത്തൊട്ടാകെ പടർന്നു കയറുന്നത്.
ആഗോളീകരണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് എല്ലാത്തിനെയും കമ്മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എന്തിനേയും ചരക്കാക്കി മാറ്റുക, എന്തിനേയും ലാഭമുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക. അങ്ങനെ കായിക രംഗവും അതിനടിപ്പെട്ടു. കായിക രംഗത്ത് കളിക്കാരെ ലേലം വിളിക്കുകയും അവരെ വിലക്കെടുക്കുകയും ചെയ്യുന്ന ആ ഒരു സംസ്കാരം, അത് ആഗോളീകരണത്തിന് തുടർച്ചയാണ്. ഇന്നിപ്പോൾ നമ്മുടെ IPL-ലൊക്കെ ലേലം വിളിയും വാതുവെപ്പും ഒക്കെ കാണുമ്പോൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യം, അവിടെ വിപണിയുടെ ഒരു തിറയാട്ടമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ 80കളിൽ ഈ ഒരു പ്രക്രിയ, അതിനു മുമ്പ് ആകെ കളിക്കാർ അവരുടെ വില പറയുകയും അവർ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുകയും ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. 70കൾ വരെയും അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ലോകത്തെ പ്രഗത്ഭരായ മനുഷ്യരൊക്കെ വളരെ മികച്ച ക്ലബ്ബുകളിൽ ഒക്കെ ക്ലബ്ബുകളുടെയൊക്കെ ഭാഗമായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതൊരു വിപണിയുടെ ഏർപ്പാടായി മാറുകയും കളിക്കാരെ വില പറയുന്ന വെറും കച്ചവട ചരക്കുകളാക്കി മാറ്റുകയും ചെയ്യുന്ന ആ ഒരു കാലം തുടങ്ങുന്നത് 80കളിൽ, നേരത്തെ പറഞ്ഞ ആഗോളീകരണത്തിലൊക്കെ അതിൻ്റെ ഒരു ഇരയും കൂടി ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുതരം ആത്മസംഘർഷം നമുക്ക് കാണാൻ കഴിയും. അതായത് വില പറഞ്ഞ് അദ്ദേഹം ബാഴ്സലോണയുടെ ഭാഗമാകുന്നു, നേപ്പിൾസിന്റെ ഭാഗമാകുന്നു. നേപ്പിൾസിൽ താരതമ്യേന ശാന്തമായിരുന്നു കാലം. നേപ്പിൾസ് കാരണം എന്താ വെച്ചാൽ അന്ന് അത്രത്തോളം കച്ചവടവൽക്കരിക്കപ്പെട്ട ക്ലബ് ആയിരുന്നില്ല. പക്ഷെ ബാഴ്സ അങ്ങനെയല്ല, അപ്പോൾ തന്നെ കച്ചവടവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അവിടേക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ കച്ചവടത്തിൽ വാങ്ങിച്ച ചരക്കാണല്ലോ, ആ ചരക്കിൽ നിന്ന് പരമാവധി ലാഭം കിട്ടണം. അതിനാണ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മുതലാളി ഉത്സാഹിക്കുക. ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ഇരയായി നിൽക്കുന്ന മനുഷ്യൻ അവിടെ ചൂഷണത്തിനെതിരായി, അതായത് നിർദ്ദയം ഇങ്ങനെ അമിതമായ രൂപത്തിൽ പണിയെടുപ്പിക്കുന്നതിനെതിരെ തന്നെ മാത്രമല്ല, അവനവനെ മാത്രമല്ല, മറ്റ് കളിക്കാരെയും പണിയെടുപ്പിക്കുന്നതിനെതിരെയുള്ള പോരാട്ടങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതും സ്വാമി പുസ്തകത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ചൂഷണത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ, അതോടൊപ്പം ഈ ആഗോളീകരണം എങ്ങനെ സൂക്ഷ്മതലത്തിൽ കായിക രംഗം അടക്കമുള്ള മനുഷ്യ വ്യവഹാരത്തിൻ്റെ എല്ലാ ഇടങ്ങളെയും കീഴ്പ്പെടുത്തി എന്നുള്ളതും ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിലൂടെ മാറഡോണ എന്ന മഹാപ്രതിഭയെ മലയാളിയുടെ നെഞ്ചകത്തേക്ക് സ്ഥാപിച്ചു വെച്ച AN രവീന്ദ്രദാസ് എന്ന പ്രിയപ്പെട്ട സ്വാമിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.